രാംചന്ദിന്റെ കൊട്ടാരം. വെളിയിൽ ആരും കാണാനില്ല. JCB സൂക്ഷിക്കണം. നമ്മൾ മാത്രം എന്തിനാ അവിടേക്ക് വന്ന് എല്ലാവരും കൊണ്ടുവരായിരുന്നു അല്ലേ? എന്താ JCB ഒരാളുടെ കൊട്ടാരത്തേക്ക് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെയാ? നമുക്ക് എല്ലാവർക്കും പോകാം. എല്ലാവർക്കും എന്തായാലും മാജിക്കൽ പവേഴ്സ് ഇല്ലേ? അതാണ് എൻ്റെ ധൈര്യം. കൊട്ടാരം എത്തി, വെളിയിലാരും കാണണ്ട, നമുക്ക് പോകാം. അല്ല മാർഷൽ, ഇതെന്താണ്? വീടിന്റെ വാതിൽ തന്നെ ഏതോ ഒരു ഭയാനകമായ സ്ഥലം. നോക്കൂ. അതാ, എനിക്കറിയാം അങ്ങനത്തെ വീടുകൾക്ക് ഇങ്ങനെയാ കെട്ടിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ വീടുകൾക്ക് ഇതേപോലെയാണ്. സൂക്ഷിച്ച് നമുക്ക് താഴെ ഇറങ്ങാം. അങ്ങനെ ഇവിടെ സ്റ്റെപ്പ്. അയ്യോ അയ്യോ, എനിക്കിവിടെ ഇറങ്ങാൻ പറ്റില്ല. ആരെന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ആരെന്നെ പിടിച്ചു. JCB എനിക്കൊന്നും പറ്റിയ? ഇല്ലല്ലോ, ഒന്നും പറ്റില്ല. പക്ഷേ ആഹാ, നിങ്ങളങ്ങനെ എത്തിയില്ലേ ഞങ്ങളുടെ കെണിയിൽ. എങ്ങനെ ഇവിടേക്ക് വരുന്ന കാര്യം എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കെണി റെഡിയാക്കിയത്. നിങ്ങളുടെ മാന്ത്രശക്തി ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കില്ല. കാരണം ഇത് മാന്ത്രിക ജയിലാണ്. ഇവിടെ നിന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മാജിക്. നിങ്ങൾ ഇനി ഇതിൻ്റെ അകത്ത് തന്നെ കിടന്നാൽ മതി. മിണ്ടാണ്ട് ഇന്ന് നിങ്ങൾ എന്തിനാ വെറുതെ ഉപദ്രവിക്കാൻ വരുന്നത്? ഈ യുദ്ധം തുടങ്ങിയത് നിങ്ങളാണ്, ഞാനല്ല. നിങ്ങൾ കേൾക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറയുന്നുണ്ട്. ഇത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും ദുഷ്ടകാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസങ്ങളും കൂടി പോകുമ്പോൾ നിങ്ങളുടെ ദുഷ്ടത കൂടി വരികയാണ്. അപ്പോൾ ഇതിനെന്തായാലും ഞങ്ങൾക്കൊരു അവസാനം ഉണ്ടാക്കണം. മാത്രമല്ല ഈ നല്ല ഗിറ്റാറിൻ്റെ ഉള്ളിലുള്ള ആളിനെ ഞങ്ങൾക്ക് രക്ഷിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ചെയ്യണത്. ഇത് ഞങ്ങൾ തടയരുത്. ഗിറ്റാറോ? ആ ഗിറ്റാറിൻ്റെ ഉള്ള ആളിനെ എനിക്ക് മോചിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷെ ഞാൻ ചെയ്യില്ല. അയാൾ ഈ ഗിറ്റാറായതിന് കാരണം ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. ഈ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പറ്റുമെങ്കിൽ വേഗം ശരിയാക്ക്. എനിക്ക് എന്തായാലും അത് അറിയില്ലേ? ഞങ്ങൾ ദുഷ്ടന്മാരാണ്, ദുഷ്ടന്മാര്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ചെയ്യാറില്ല. അത് നീ രക്ഷിക്കില്ല. ഇനി എത്ര നേരം നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഞാൻ നോക്കട്ടെ. ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നെ ഇവിടെ സമാധാനമായി എൻ്റെ പണികൾ ചെയ്യാൻ വിട്ടിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. അതില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ തന്നെ കടന്നാലും മതി. എനിക്കൊരു കുഴപ്പമില്ല. ഈ രണ്ടിനും നമുക്ക് ഇത് സമ്മതിക്കാൻ പാടില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഈ മാന്ത്രിക ജയിലിനടുത്ത് കുടുങ്ങിയും പോയില്ലേ? എന്തെങ്കിലും വഴി ഉണ്ടാവും. നമുക്ക് നോക്കാം. അത് നോക്കൂ, ഇതാ അത്. അതിലൂടെ നമുക്ക് ശ്രമിച്ചു നോക്കാം. എന്റെ ശക്തി പ്രയോജനപ്പെടുത്താനുള്ള സമയമായി. നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഞാൻ കൈകാര്യം ചെയ്തോളാം. അവന് പോകാൻ സമ്മതിക്കരുത്. എനിക്ക് പോകണം. ഈ ആദ്യത്തെ ശക്തി രക്ഷപ്പെട്ടു കാണിക്ക്. അവരെ ആക്രമിക്കാനല്ല, നിന്റെ വീട്ടിലേക്ക്. അല്ല മാഷ, നീയൊന്ന് ഈ പ്ലാൻ ഉണ്ടാക്കിയത് അവന്റെ പാലസിൽ പോയി ആക്രമിക്കണമെന്ന്? ചേച്ചി നിന്റെ അടുത്തല്ലേ പറഞ്ഞത് ആക്രമിക്കാണ് സൂത്രമെന്ന്? എനിക്ക് രാംചന്ദ്രന്റെ ശക്തി ഒന്ന് പരിശോധിക്കാനായിരുന്നു ഞാൻ ഇത് ചെയ്തത്. കുറച്ചും കൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയോ? അതായത് JCB,
ഈ രാംചന്ദിൻ്റെ ശക്തികളൊക്കെ പരിശോധിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പടയാളികളുടെ പിന്നെ അവൻ്റെ ഈ ജയിലിൻ്റെയും നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഈ വിദ്യ അവൻ ഇനിയൊക്കെ പ്രയോഗിക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവും യുദ്ധത്തിന് വേണ്ടിയുള്ള വേറെ കാര്യങ്ങൾ. നാളെ നമുക്ക് ഇവനെ തോൽപ്പിക്കാം. നാളെ അത്രയും വേഗമൊക്കെ പറ്റുമോ? നാളെൻ്റെ അർത്ഥം അതല്ല. നാളെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എത്രയും വേഗമെന്നാണ്. നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നാളെ അവൻ്റെ അടുത്ത് തന്നെ പോയി പറഞ്ഞിട്ട് വരാം. ലിസ്വി, നീ എവിടെ നിൽക്ക്, ഒന്നും ചെയ്യണ്ട. ഞാൻ ഇപ്പോൾ പോയിട്ട് വരാം. രാംചന്ദ്രൻ്റെ അടുത്തൊന്ന് പറയാനാണ് നാളെ യുദ്ധത്തിന് എത്രയും വേഗം തയ്യാറായി വരാൻ. രാംചന്ദ്, ഞാൻ അടികൂടാൻ വന്നല്ല, നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വന്നതാണ്. അതായത് കൃത്യം നാളെ 4 മണിക്ക് നമ്മൾ തമ്മിലുള്ള ഫേസ് ടു ഫേസ് വാറാണ് നാളെ. ഇങ്ങനെയൊക്കെ നീ പറയുകയാണെങ്കിൽ പിന്നെ ഞാനൊന്ന് വരാണ്ടിരിക്കണം. ചാലഞ്ച് ആക്സെപ്റ്റഡ്.